നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ പങ്കാളി ലക്ഷ്മിയുടെ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നത്. എന്നാൽ ഇരുവരുടെയും സുഹൃത്തു കൂടിയായ ഗായകൻ ഇഷാൻ ദേവ് ലക്ഷ്മിയെ പിന്തുണച്ചുള്ള പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ഇഷാൻ ദേവ് മാത്രമല്ല, പങ്കാളി ജീന ഇഷാനും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അഭിമുഖത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇഷാൻ കുറിച്ചത്: നീതിയില്ലായിടങ്ങളിൽ നീ തീയാവുക, മുന്നോട്ടു പോകുക ചേച്ചി എന്നാണ്. നിരവധി പേർ ഇതിന് സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട്. കൂടാതെ ബാലഭാസ്കറിനൊപ്പമുള്ള പഴയ ചിത്രവും ഇഷാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. ഇഷാൻ ദേവിന്റെ പങ്കാളി ജീനയും ലക്ഷ്മിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ലക്ഷ്മി ബാലഭാസ്കർ പറയുന്നത്, ബാലഭാസ്കർ എന്ന ഭർത്താവിനെയും മകളെയും അവർ നേരിടുന്ന ജീവിതത്തെയും ആണ്. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. അവർക്ക് പറയാനുള്ളത് ബാലു എന്ന ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നവരോടാണ്, അവരുടെ ജീവിതത്തെ ബഹുമാനിക്കുന്ന സൗഹൃദങ്ങളോടാണ്. കല്ലെറിഞ്ഞ് രസിക്കുന്നവർക്ക്, വാർത്തകളും വാചകങ്ങളും കൊണ്ട് കഥ മെനഞ്ഞവർക്ക് നെഞ്ചിലെ തീക്കനൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാനും എൻ്റെ കുടുംബവും അന്നും ഇന്നും അവരോടൊപ്പം തന്നെയാണ്. ഞങ്ങളുടെ ബാലു അണ്ണന്റെ ഭാര്യയുടെ കൂടെ തന്നെ എന്നാണ് ജീന ഇഷാനും പങ്കുവച്ചത്. ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ല. അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൂചനയുണ്ടായിരുന്നുവെങ്കിൽ താൻ പ്രതികരിച്ചേനെ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു. അപകടത്തിനു ശേഷം ഇതാദ്യമായാണ് ലക്ഷ്മി ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത്. താൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി പറഞ്ഞു. അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്ന് പറഞ്ഞ ലക്ഷ്മി സംഭവ ദിവസം കൃത്യമായി ഓർത്തെടുത്ത് ഓൺലൈൻ ന്യൂസുകളോട് പങ്കുവച്ചിരുന്നു. അപകട ദിവസം വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന ഡ്രൈവർ അർജുന്റെ വാദം തെറ്റാണെന്നും ലക്ഷ്മി പറഞ്ഞു. അപകടശേഷം ആശുപത്രിയിലെത്തിയ ബാലുവിന്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു. ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞതായും ലക്ഷ്മി പറഞ്ഞു. അർജുനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകൾ ബാലഭാസ്കറിന് അറിയാമായിരുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു. ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അർജുൻ ബാലുവിനോട് പറഞ്ഞു. സഹായിക്കാമെന്ന് കരുതിയാണ് അർജുനെ ബാലു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ബാലുവിന്റെ സ്ഥിരം ഡ്രൈവറായിരുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു.